അതായത് സമൂഹത്തിൽ അധികാരികളുണ്ട്, അത് പ്രത്യേകിച്ച് മതത്തിലുള്ള, ഞാനിപ്പോൾ എൻ്റെ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയാം. പള്ളിയിലെ അച്ഛന്മാരെ ചോദ്യം ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാൽ കുട്ടിക്കൊരു സംശയം ഉണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ കുട്ടിയുടെ മാനസികാവസ്ഥ, കുട്ടിയിലുള്ള ചില സംശയങ്ങളും ചില അവ്യക്തതയും പരിപൂർണമായിട്ട് നിർവീര്യം ചെയ്യാനുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ജീവിതം തകർന്നു പോവുകയാണ്. അങ്ങനെയാണ് ഇവർ നിയന്ത്രിക്കുന്നത്. ഇങ്ങനെയാണ് നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മുടെ ഉള്ളിലിരിക്കുന്ന സംശയങ്ങൾ മാറുന്നുണ്ടെങ്കിൽ നമുക്ക് തെളിച്ചമുണ്ടാവും. അവന് സ്വാതന്ത്ര്യം എന്താണെന്ന് അറിയും. നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അപ്പം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഉപാധിയാണ് ഈ പറയുന്ന പൗരോഹിതത്തിൽ നിൽക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് എന്ത് തോന്നിയവസരവും കാണിക്കാം. ഇതിനു വേണ്ടിയിട്ടുള്ള മുൻകൂർ ജാമ്യമാണിത്. ഇതെല്ലാ ഭാഗത്തുണ്ട്. നിയമത്തിൻ്റെ ഭാഗത്തുണ്ട്. നമ്മുടെ സമൂഹത്തിലുള്ള ചില ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, സ്ഥാനത്തേക്ക് ഇരിക്കുന്ന ആൾക്കാർ, അവരെ ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. അവരെ ചോദ്യം കഴിഞ്ഞാൽ അവർക്ക് കുറച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങളുണ്ടാകുന്നത്, ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ പരസ്പരമുള്ള ഈ പറയുന്ന വ്യവഹാര തലത്തിലും ഈ പറയുന്ന നിയമ ഭാഗത്തൊക്കെ വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വിശദീകരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അവിടെ അഴിമതി സാധ്യമല്ല. പിന്നെ ഇവിടെ അഴിമതിക്കുള്ള ഏറ്റവും വലിയ സാധ്യത ഇങ്ങനെ തുറന്നു കിടക്കുന്നത് ഇതുകൊണ്ടാണ്. കാരണം എല്ലാവർക്കും അവരുടെ സംശയങ്ങൾ തീർന്നു പോയി കഴിഞ്ഞാൽ സ്വതന്ത്രന മാനസിക അസ്വസ്ഥത മാറും. വളരെ സിമ്പിളാണ് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത്. അഴിമതി കാണിക്കുന്നവർ അവർ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നില്ല. ബാക്കിയുള്ളവരും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അവർ അനുവദിക്കത്തില്ല. ഇതിനെല്ലാത്തിനും പരിഹാരം, സത്യസന്ധതന് പരിഹാരം. പക്ഷേ ഇതിനാദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ വിശ്വാസത്തിൽ നിൽക്കുന്ന, ഇങ്ങനെ ചില സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ ബന്ധം നമ്മൾ എന്തിനും നിലനിർത്തണം. അപ്പോൾ എല്ലാ ആവശ്യമുണ്ടാകും. അവർ ഈ വിശ്വാസത്തിൻ്റെ ഭാഗത്ത് അവരുടെ ഉപജീവന മാർഗമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ പുറകെ വെച്ച് പിടിക്കരുതും. നമുക്ക് അറിയേണ്ടത് നമ്മൾ അറിയാനുള്ള അർഹതയുണ്ട്. അത് കൃത്യമായിട്ട് ചോദിച്ചറിയേണ്ടതാണെങ്കിൽ ചോദിച്ചറിയണം. ഇന്ന് അവിടെ തന്നെ എന്ന് ചോദിക്കേണ്ട ഒരു നിർബന്ധമില്ല. എവിടെ വേണേലും ഇന്ന് AI ജസ്റ്റ് ചോദിച്ചാൽ മതി. മനസ്സിലായി? ഇന്ന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ടൂൾസ് ഉണ്ട്. നമുക്ക് നമ്മുടെ സംശയങ്ങൾ തീർക്കാൻ ഒരു മനുഷ്യനോടും ചോദിക്കേണ്ട. അവനവൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ അവനവനെ നന്നായിട്ട് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അത് ആരോടും ചോദിച്ചിട്ട് കാര്യമില്ല. സംശയങ്ങൾ നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കാം. നന്നായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ജീവിക്കുന്ന ഭാഗം നന്നായിട്ട് അനുഭവിക്കുക.